ഒരിക്കൽ മഹാനടനായ മമ്മൂട്ടി ഭാര്യ എന്ന പദവിയെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. ഭാര്യ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു രക്തബന്ധമല്ല. ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുന്നത് നമുക്ക് ഏട്ടൻ, അമ്മ, അച്ഛൻ, അമ്മാവൻ, അമ്മായി, ചെറിയച്ഛൻ, വലിയച്ഛനൊക്കെ ഒരു ബന്ധങ്ങളാണ്. ഒരിക്കലും നമ്മുടെ ആ ബന്ധങ്ങൾ മുറിച്ചു മാറ്റാൻ പറ്റില്ല. പക്ഷെ ഭാര്യ വേണമെങ്കിൽ മുറിച്ചു മാറ്റാവുന്നൊരു ബന്ധമാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഭാര്യയിലൂടെയാണ് ഈ ബന്ധങ്ങളെല്ലാം നമുക്കുണ്ടാവുന്നത്. മുറിച്ചു മാറ്റാവുന്ന ഒരു ബന്ധത്തിൽ നിന്നാണ് മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ടാവുന്നത്. അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് വളരെ ദിവ്യമായൊരു ബന്ധമാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കഥകളിന്നിലൂടെയിൽ ശ്രീമതി മാധവിക്കുട്ടി രചിച്ച നെയ്പായസം എന്ന ചെറുകഥയാണ് നിങ്ങൾക്കായി വായിക്കുന്നത്. 1934 മാർച്ച് 31 തൃശൂർ ജില്ലയിലെ പുന്നയൂർകുളം നാലപ്പാട്ട് തറവാട്ടിലാണ് അവർ ജനിച്ചത്. ലോകപ്രസിദ്ധ കവയിത്രിയും കഥാകാരിയുമായിരുന്നു. മാധവിക്കുട്ടി എന്ന പേരിൽ മലയാളത്തിലും കമലാദാസ് എന്ന പേരിൽ ഇംഗ്ലീഷിലും രചനകൾ പ്രസിദ്ധീകരിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ തുടങ്ങി ഒട്ടേറെ ബഹുമതികൾ അവർ നേടിയെടുത്തിട്ടുണ്ട്. 2009 അവർ അന്തരിച്ചു. എല്ലാവർക്കും വായനയിലേക്ക് സ്വാഗതം. നെയ്പായസം. ചുരുങ്ങിയ തോതിൽ ശവദഹനം കഴിച്ചുകൂട്ടി ഓഫീസിലെ സ്നേഹിതന്മാരോട് വേണ്ട പോലെ നന്ദിയും പ്രകടിപ്പിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്ന ആ മനുഷ്യനെ നമുക്ക് അച്ഛൻ എന്ന് വിളിക്കാം. കാരണം ആ പട്ടണത്തിൽ അയാളുടെ വില അറിയുന്നവർ 3 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവർ അയാളെ അച്ഛ എന്നാണ് വിളിക്കാറുള്ളത്. ബസ്സിൽ അപരിചിതരുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് അയാൾ ആ ദിവസത്തിന്റെ ഓരോ നിമിഷങ്ങളും വെവ്വേറെ എടുത്തു പരിശോധിച്ചു. രാവിലെ എഴുന്നേറ്റത് തന്നെ അവളുടെ ശബ്ദം കേട്ടിട്ടാണ്. മൂടി പൊതച്ച് കിടന്നാ പറ്റോ ഉണ്ണിയെ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ? അവൾ മൂത്ത മകനെ ഉണർത്തുകയായിരുന്നു. അതിനുശേഷം ഉലഞ്ഞ വെള്ള സാരി ഉടുത്ത് അവൾ അടുക്കളയിൽ ജോലി തുടങ്ങി. തനിക്ക് ഒരു വലിയ കോപ്പയിൽ കാപ്പി കൊണ്ടു തന്നു. പിന്നെ എന്തെല്ലാം ഉണ്ടായി? മറക്കാൻ പാടില്ലാത്ത വല്ല വാക്കുകളും അവൾ പറഞ്ഞുവോ? എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൾ പിന്നീട് പറഞ്ഞതൊന്നും ഓർമ്മ വരുന്നില്ല. മൂടി പൊതച്ച് കിടന്നാ പറ്റോ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ? ഈ വാക്യം മാത്രം മായാതെ ഓർമ്മയിൽ കിടക്കുന്നു. അതൊരു ഈശ്വരനാമം എന്ന പോലെ അയാൾ മന്ത്രിച്ചു. അത് മറന്നുപോയാൽ തന്റെ നഷ്ടം പെട്ടെന്ന് അസഹനീയമായി തീരുമെന്ന് അയാൾക്ക് തോന്നി. ഓഫീസിലേക്ക് പോകുമ്പോൾ കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് സ്കൂളിൽ വെച്ച് കഴിക്കാനുള്ള പലഹാരങ്ങൾ ചെറിയ അലൂമിനിയം പാത്രങ്ങളിലാക്കി അവൾ എടുത്തുകൊണ്ടുവന്ന് തന്നു. അവളുടെ വലത്തെ കൈയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പറ്റി നിന്നിരുന്നു. ഓഫീസിൽ വെച്ച് അവളെപ്പറ്റി ഒരിക്കലെങ്കിലും ഓർക്കുകയുണ്ടായില്ല. 1-2 കൊല്ലങ്ങൾ നീണ്ടുനിന്ന ഒരു അനുരാഗ ബന്ധത്തിന്റെ ഫലമായിട്ടാണ് അവർ വിവാഹം കഴിച്ചത്. വീട്ടുകാരുടെ സമ്മതത്തോടെ അല്ല, എങ്കിലും അതിനെപ്പറ്റി പശ്ചാത്തപിക്കുവാൻ ഒരിക്കലും തോന്നിയില്ല അവർക്ക്. പണത്തിന്റെ ക്ഷാമം, കുട്ടികളുടെ അനാരോഗ്യ കാലങ്ങൾ, അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ അവരെ തളർത്തിക്കൊണ്ടിരുന്നു. അവൾക്ക് വേഷധാരണത്തിൽ ശ്രദ്ധ കുറഞ്ഞു. അയാൾക്ക് പൊട്ടിച്ചിരിക്കുവാനുള്ള കഴിവ് ഏതാണ്ടൊക്കെ നശിച്ചു കഴിഞ്ഞു. എന്നാലും അവർ തമ്മിൽ സ്നേഹിച്ചു. അവരുടെ 3 കുട്ടികൾ അവരെയും സ്നേഹിച്ചു. ആൺകുട്ടികളായിരുന്നു. ഉണ്ണി 10 വയസ്സ്, ബാലൻ 7 വയസ്സ്, രാജന് 5 വയസ്സ്. മുഖത്ത് എല്ലായ്പ്പോഴും മെഴുക്കു പറ്റി നിൽക്കുന്ന 3 കുട്ടികൾ. പറയത്തക്ക സൗന്ദര്യമോ സാമർഥ്യമോ ഒന്നുമില്ലാത്തവർ. പക്ഷേ അമ്മയും അച്ഛനും അന്യോന്യം പറഞ്ഞു, ഉണ്ണിക്ക് എഞ്ചിനീയറിംഗിലാ വാസന, അവൻ എപ്പോഴും ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ബാലനെ ഡോക്ടറാക്കണം, അവന്റെ നെറ്റി കണ്ടോ, അത്ര വലിയ നെറ്റി ബുദ്ധിയുടെ ലക്ഷണ. രാജന് ഇരുട്ടത്ത് നടക്കാനും കൂടി പേടിയില്ല, അവൻ സമർത്ഥനാ, പട്ടാളത്തിൽ ചേരേണ്ട മട്ട. അവർ താമസിച്ചിരുന്നത് പട്ടണത്തിൽ ഇടത്തരക്കാർ താമസിക്കുന്ന ഒരു ചെറിയ തെരുവിലാണ്. 1-ാം നിലയിൽ 3 മുറികളുള്ള ഒരു ഫ്ലാറ്റ്. ഒരു മുറിയുടെ മുമ്പിൽ കഷ്ടിച്ച് 2 ആൾക്ക് മാത്രം നിൽക്കുവാൻ സ്ഥലമുള്ള ഒരു കൊച്ചു വരാന്തയുമുണ്ട്. അതിൽ അമ്മ നനച്ചുണ്ടാക്കിയ ഒരു പനിനീർ ചെടി പൂച്ചട്ടിയിൽ വളർന്നു വന്നിരുന്നു. പക്ഷെ ഇതുവരെ പൂവുണ്ടായിട്ടില്ല അതിൽ. അടുക്കളയിൽ
ചുമരിന്മേൽ തറച്ചിട്ടുള്ള കൊളുത്തുകളിൽ പിച്ചള ചട്ടുകങ്ങളും കരണ്ടികളും തൂങ്ങിക്കിടക്കുന്നു. സ്റ്റൗവിന്റെ അടുത്ത് അമ്മ ഇരിക്കാറുള്ള ഒരു തേഞ്ഞ പലകയുമുണ്ട്. അവൾ അവിടെ ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് സാധാരണയായി അച്ഛൻ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുക. ബസ് നിന്നപ്പോൾ അയാൾ ഇറങ്ങി. കാലിന്റെ മുട്ടിന് നേരിയ ഒരു വേദന തോന്നി. വാദമായിരിക്കുമോ? താൻ കിടപ്പിലായാൽ കുട്ടികൾക്ക് ഇനി ആരാണുള്ളത്? പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ ഒരു മുഷിഞ്ഞ കൈലേസ് കൊണ്ട് മുഖം തുടച്ച് ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു. കുട്ടികൾ ഉറങ്ങിക്കാണുമോ? അവർ വല്ലതും കഴിച്ചോ എന്തോ? അതോ കരഞ്ഞു കരഞ്ഞു ഉറങ്ങിയോ? കരയാനുള്ള തന്റെ ഇടവും അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ താൻ അവളെ എടുത്ത് ടാക്സിയിൽ കയറ്റിയപ്പോൾ ഉണ്ണി എന്താണ് കരയാതെ വെറുതെ നോക്കിക്കൊണ്ട് നിന്നത്? ചെറിയ മകൻ മാത്രം കരഞ്ഞു. പക്ഷെ അവന് ടാക്സിയിൽ കയറണമെന്ന വാശിയായിരുന്നു. മരണത്തിന്റെ അർത്ഥം അവൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല, അത് തീർച്ചയാണ്. താൻ അറിഞ്ഞിരുന്നുവോ? ഇല്ല. എന്നും വീട്ടിൽ കാണുന്ന അവൾ പെട്ടെന്ന് ഒരു വൈകുന്നേരം യാതൊരാളോടും പറയാതെ, ഒരു യാത്രയും പറയാതെ നിലത്ത് ഒരു ചൂലിന്റെ അടുത്ത് വീണ് മരിക്കുമെന്ന് താൻ വിചാരിച്ചിരുന്നോ? ഒരിക്കലുമില്ല. ഓഫീസിൽ നിന്ന് വന്നപ്പോൾ താൻ അടുക്കളയുടെ ജനവാതിലിൽ കൂടി അകത്തേക്ക് നോക്കി. അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നതിന്റെ ശബ്ദം ഉയർന്നു കേട്ടിരുന്നു. ഉണ്ണി വിളിച്ചു പറയുകയാണ്, ഫസ്റ്റ് ക്ലാസ് ഷോട്ട്. താൻ താക്കോലെടുത്ത് ഉമ്മറത്തെ വാതില് തുറന്നു. അപ്പോഴാണ് അവളുടെ കിടപ്പ് കണ്ടത്. വായ അല്പം തുറന്ന് നിലത്തു ചെരിഞ്ഞു കിടക്കുന്നു. തല തിരിഞ്ഞു വീണതായിരിക്കുമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഹൃദയസ്തംഭനമാണ്, മരിച്ചിട്ട് 1.5 മണിക്കൂറായി. പല വികാരങ്ങൾ. അവളോട് അകാരണമായ ഒരു ദേഷ്യം. അവൾ ഇങ്ങനെ താക്കീതുകളൊന്നും കൂടാതെ എല്ലാ ചുമതലകളും തന്റെ തലയിൽ വച്ചു തന്നിട്ട് പോയല്ലോ. ഇനി ആരാണ് കുട്ടികളെ കുളിപ്പിക്കുക? ആരാണ് അവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക? ആരാണ് ദീനം പിടിപെടുമ്പോൾ അവരെ ശുശ്രൂഷിക്കുക? എന്റെ ഭാര്യ മരിച്ചു, അയാൾ താൻ മന്ത്രിച്ചു. എന്റെ ഭാര്യ ഇന്ന് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചത് കൊണ്ട് എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. എത്ര നല്ലൊരു ലീവ് അഭ്യർത്ഥനയായിരിക്കും അത്. ഭാര്യയ്ക്ക് സുഖക്കേടാണെന്നല്ല, ഭാര്യ മരിച്ചുവെന്ന്. മേലുദ്യോഗസ്ഥൻ ഒരുപക്ഷെ തന്നെ മുറിയിലേക്ക് വിളിച്ചേക്കാം. ഞാൻ വളരെ വ്യസനിക്കുന്നു, അയാൾ പറയും. അയാളുടെ ഒരു വ്യസനം. അയാൾക്ക് അവളെ അറിയില്ലല്ലോ. അവളുടെ അറ്റം ചുരുണ്ട തലമുടിയും ക്ഷീണിച്ച പുഞ്ചിരിയും മെല്ലെ മെല്ലെയുള്ള നടത്തവും ഒന്നും അയാൾക്കറിയില്ല. അതെല്ലാം എന്റെ മാത്രം നഷ്ടങ്ങളാണ്. വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ കിടപ്പറയിൽ നിന്ന് ഓടി വന്നു പറഞ്ഞു, അമ്മ വന്നിട്ടില്ല. അവർ ഇത്ര വേഗം ഇതെല്ലാം മറന്നു എന്നോ? ടാക്സിയിലേക്ക് കയറ്റി വെച്ച ആ ശരീരം തനിച്ചു മടങ്ങി വരുമെന്ന് അവൻ വിചാരിച്ചു കാണുമോ? അയാൾ അവന്റെ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഉണ്ണി, അയാൾ വിളിച്ചു. എന്താണച്ചാ? ഉണ്ണി കട്ടിലിന്മേൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ബാലൻ ഉറങ്ങി. നിങ്ങളൊക്കെ വല്ലതും കഴിച്ചോ? ഇല്ലാച്ചാ. അയാൾ അടുക്കളയിൽ തിണ്ണമേൽ അടച്ചു വെച്ചിരുന്ന പാത്രങ്ങളുടെ തട്ടുകൾ നീക്കി പരിശോധിച്ചു. അവൾ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം, ചപ്പാത്തി, ചോറ്, ഉരുളക്കിഴങ്ങ് കൂട്ടാൻ, ഉപ്പേരി, തൈര്, പിന്നെ ഒരു സ്ഫടിക പാത്രത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള നെയ്പായസവും. മരണത്തിന്റെ സ്പർശം തട്ടിയ ഭക്ഷണ സാധനങ്ങളാണ്. വേണ്ട, അതൊന്നും ഭക്ഷിച്ചുകൂടാ. ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി തരാം, ഇതൊക്കെ തണുത്തുപോയി ഉണ്ണി, അയാൾ പറഞ്ഞു. അച്ഛാ. എന്താ? അമ്മ എപ്പോഴാച്ച വരിക? അമ്മയ്ക്ക് മാറിയില്ലേ? ഉണ്ണി ചോദിച്ചു. സത്യത്തിന് ഒരു ദിവസം കാക്കുവാനുള്ള ക്ഷമയുണ്ടാവട്ടെ, അയാൾ വിചാരിച്ചു. ഇപ്പോൾ ഈ രാത്രിയിൽ കുട്ടിയെ വ്യസനിപ്പിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത്? അമ്മ വരും മോനെ, അയാൾ പറഞ്ഞു. അയാൾ കിണ്ണങ്ങൾ കഴുകി നിലത്തു വെച്ചു. 2 കിണ്ണങ്ങൾ. ബാലനെ വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെ, അയാൾ പറഞ്ഞു. അച്ഛാ, നെയ്പായസം, രാജൻ പറഞ്ഞു. ആ പാത്രത്തിൽ അവൻ തന്റെ ചൂണ്ടാണി വിരൽ താഴ്ത്തി. അയാൾ തന്റെ ഭാര്യ ഇരിക്കാറുള്ള പലകമേലിരുന്നു. ഉണ്ണി വിളമ്പി കൊടുക്കോ? അച്ഛന് വയ്യ, തല വേദനിക്കുന്നു. അവർ കഴിക്കട്ടെ, ഇനി ഒരിക്കലും അവളുണ്ടാക്കിയ ഭക്ഷണം അവർക്ക് കിട്ടുകയില്ലല്ലോ. കുട്ടികൾ പായസം കഴിച്ചു തുടങ്ങി. അയാൾ അത് നോക്കിക്കൊണ്ട് നിശ്ചലനായി കുറെ നേരം ഇരുന്നു. നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ചോദിച്ചു, ചോറ് വേണ്ടേ ഉണ്ണി? വേണ്ടച്ചാ, പായസം മതി, നല്ല സ്വാദുണ്ട്, ഉണ്ണി പറഞ്ഞു.
രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ അസല് നെയ്പായസമാ ഉണ്ടാക്കിയതച്ചാ. തന്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്നും മറച്ചു വെക്കാൻ വേണ്ടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു. ഈ കഥയിൽ അകാലത്തിൽ ഭാര്യ വേർപെട്ടുപോയ നിസ്സഹായനായ ജീവിതത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്ന ആ കുടുംബനാഥന്റെ ദയനീയ അവസ്ഥ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യമായാണ് മാധവിക്കുട്ടി സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നെയ്പായസം എന്ന ഈ ചെറുകഥ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും വരാം. നന്ദി.